നീ ആരുടെ കൂടെയാണ് എന്നുള്ളതിന് വിത്ത് ഹൂം ആർ യു എന്നാ ചോദിക്കേണ്ടത്, ഹൂ ആർ യു വിത്ത് എന്നാണ് ചോദിക്കേണ്ടത്. ഇത് പല ആളുകളും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. ഐ ടീച്ച് യു ദ ഡിഫറൻസ്. ആക്ച്വലി നീ ആരുടെ കൂടെയാണെന്നുള്ളതിന് ഈ രണ്ട് രീതിയിലും പറയാം, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. വിത്ത് ഹൂം ആർ യു എന്ന് ചോദിക്കുന്നത് അത് പഴയ രീതിയാണ്, ഫോമലാണ്, അത് സ്പോക്കണിൽ ഉപയോഗിക്കാറില്ല. എന്നാൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഹു ആർ യു വിത്ത്, നീ ആരുടെ കൂടെയാണ്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും നമുക്ക് ഈ ഒരു ഫോമാറ്റ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഹു ആർ യു പ്ലേയിങ് വിത്ത്, നീ ആരോടൊപ്പമാണ് കളിക്കുന്നത്. ഹു ആർ യു ഡ്രൈവിംഗ് വിത്ത്, നീ ആരോട് കൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഹു വിൽ യു കം വിത്ത് ടുമോറോ, നിങ്ങൾ ആരുടെ കൂടെയാണ് നാളെ വരിക. ഹു ഡിഡ് യു കം വിത്ത്, നീ ആരുടെ കൂടെയാണ് വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ വിത്ത് ഹു എന്ന് പറയുന്നത് പഴയതാണ്. ഹു ആദ്യം വെച്ചു കൊടുത്ത് വിത്ത് അവസാനം വെച്ചു കൊടുക്കുന്നതാണ് സ്പോക്കണും മാത്രമല്ല നാച്ചുറലും. പഠിച്ചില്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന കോഴ്സുകൾ നമ്മുടെ അടുത്തുണ്ട്. ഓൺലൈനായിട്ടാണെങ്കിൽ ഡെയിലി 30 to 40 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. മാത്രമല്ല UK നിന്നുള്ള നമ്മുടെ 2 മെന്റേഴ്സ് ഉണ്ട്, അവരുടെ സെഷൻസ് ഉണ്ടാകും. ഇനി ഓഫ്ലൈനായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇടപ്പള്ളിയാണ് നമ്മളെ ക്യാമ്പസ് വരുന്നത്. ഡെയിലി 2 hours സ്പെൻഡ് ചെയ്താൽ മതി. സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. ഇത് വെറുതെ പറയുന്നതല്ല, വർഷങ്ങളായി നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ലിങ്ക് ബയോയിലുണ്ട്. ആൻഡ് സി യു വിത്ത് അനദർ വീഡിയോ. ബൈ.